ആഹാരവും കഴിച്ച് ഇയാൾ രാത്രി ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ഇയാൾ ഇറങ്ങാൻ നേരത്ത് ഇയാൾക്ക് വഴിക്ക് ആവശ്യമുള്ള ആഹാരവും പൊതിഞ്ഞു കൊടുത്തിട്ടാണ് ഈ അച്ഛൻ വിട്ടെ. തിരിച്ച് ആ വീടിറങ്ങി ആ നാട്ടിലെ ഒരു കവലെ ചെന്ന് തിരക്കുമ്പോഴാണ് അറിയുന്നത് ഇവൻ ഈ അഭയം ചോദിച്ച് ചെല്ലുന്ന ദിവസം രാവിലെ ഈ അച്ഛൻ്റെ മൂത്ത മകൻ മരിച്ച ദിവസമാണ്. ഇത് കഥയൊന്നുമല്ല കേട്ടോ, അയാളുടെ അനുഭവത്തിൽ അയാൾ എഴുതിയാണ്. ഒരു പകല് മൂത്ത മകൻ മരിച്ച് മരണ വീട്ടിൽ ഒരു യാത്രികൻ കയറി വന്നപ്പോഴും അവൻ അഭയം കൊടുത്ത പുരോഹിതന്റെ മനസ്സിനെ പറ്റിയാണ് അവൻ എഴുതുന്നത്. അത്രയും എൻ്റെ ഭാരം കഴിഞ്ഞിട്ട്, എൻ്റെ സങ്കടം കഴിഞ്ഞിട്ട് ഞാൻ ആശ്വസിപ്പിക്കാവോ എന്ന് പറഞ്ഞാൽ ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല. നമ്മുടെ കണ്ണുനീര് അതിൻ്റെ ഉപ്പുരസം കുടിച്ചിറക്കിക്കൊണ്ട് തന്നെ വേറൊരാളുടെ കണ്ണുനീര് തുടയ്ക്കാനുള്ള വിളിയാണ് ഈ മാമോദിസ തൊട്ടീന്ന് നമുക്ക് കിട്ടിയതെന്ന് മാത്രം ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കാം. മരണത്തിന് 3 ദിവസം മുമ്പ് അവൻ്റെ വീട്ടിൽ കർത്താവ് വിരുന്നിന് വന്നപ്പം ഈ ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നും